അങ്ങനെ കാത്തിരുന്നതിൻ്റെ ബെല്ലയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടായിട്ടോ 6 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഒരെണ്ണം 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും മരിച്ചുപോയി. ബാക്കി 5 പേരും നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ കണ്ണൊക്കെ തുറന്ന് വരുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ കുഞ്ഞുങ്ങളെ എടുത്തപ്പോഴത്തേക്കും ബെല്ലയ്ക്ക് പേടിയായിട്ട് എൻ്റെ പുറകെ വട്ടം നിൽക്കുകയാണ്. 2 ഫീമെയിലും 3 മെയിലുമാണേ ഉള്ളത്. നീല കണ്ണുള്ളൊരു സുന്ദരിയാണ് ഇത്. നിന്റെ മക്കളെ ഞാൻ ഒന്നും ചെയ്യത്തൊന്നുമില്ല. അവളപ്പോഴത്തേക്കും വന്നേക്കും. 6 കുഞ്ഞുങ്ങളെയും പ്രസവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബെല്ല ആകെപ്പാടെ അങ്ങ് വയ്യാണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ അവൾ ആകെപ്പാടെ വൃത്തികെട്ട ഒരു ലുക്കായേ. വീട്ടിൽ പോലും കയറ്റാൻ പറ്റാത്ത പോലെ ആയിരുന്നു. കുട്ടികളെ ഫീഡ് ചെയ്യാനുള്ളത് കൊണ്ട് അവളെയും കൊണ്ട് ഷോപ്പിൽ പോയി ക്ലീൻ ചെയ്തുകൊണ്ട് വരിക എന്ന് പറഞ്ഞാലും അത് പോസിബിൾ ആയിരുന്നില്ല. അങ്ങനെയാണ് ഞങ്ങൾ മാസ്റ്റർ പെറ്റ് കെയറിനെ കോൺടാക്ട് ചെയ്തത്. അവർക്ക് ഹോം സർവീസ് അവൈലബിൾ ആയിരുന്നു. വിളിച്ച ഉടനെ തന്നെ അവർ വീട്ടിൽ വന്നു ബെല്ലയെ ക്ലീൻ ചെയ്യാൻ തുടങ്ങി. സാധാരണ ഞാൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ മേത്തേക്ക് മാന്തി കയറലും ഭിത്തിയിൽ മാന്തി കയറിയും അവിടെ ഇവിടേക്ക് അള്ളി പിടിച്ച് കയറാൻ നോക്കുന്ന ബെല്ല ആ ക്ലീൻ ചെയ്ത ആളുടെ അടുത്ത് എന്ത് മിടുക്കിയായിട്ട് അനുസരണയോടുകൂടി ഇരുന്നേന്നറിയാമോ? അവളെ നന്നായിട്ട് ഷാമ്പുവും കണ്ടീഷണറും ഒക്കെ ഇട്ട് കുളിപ്പിച്ച ശേഷം കണ്ണും മൂക്കും ചെവിയും ഒക്കെ നല്ല ക്ലീൻ ചെയ്ത് നല്ല സുന്ദരി കുട്ടിയായിട്ട് നല്ല വെളുത്ത് തുടുത്ത് നല്ല മിടുക്കിയായിട്ടോ ബെല്ല. കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ബെല്ലയ്ക്ക് വല്ലാത്തൊരു ആശ്വാസം കിട്ടിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. കാരണം അതുവരെ അവൾ ആകെപ്പാടെ വേസ്റ്റും ചെളിയും ഒക്കെ ആയിട്ട് വല്ലാത്തൊരു വീർപ്പ് മുട്ടിലായിരുന്നു. കുളി കഴിഞ്ഞപ്പോഴത്തേക്കും അവളൊന്ന് റിലാക്സ്ഡ് ആയതായിട്ട് തോന്നിയേ. അവരുടെ സർവീസ് എടുത്ത് പറയേണ്ടത് തന്നെയാണ് കേട്ടോ. കാരണം ബെല്ലയോടാണെങ്കിലും നമ്മളോടാണെങ്കിലും വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ ബിഹേവ് ചെയ്തത്. നോക്കിക്കുക, അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ബെല്ല നല്ല ഫറി ഗേൾ ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയി ബെല്ല. നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് അവരുടെ പേജ് ഞാൻ ടാഗ് ചെയ്തേക്കാം. ഒന്ന് കയറി നോക്കിയാൽ മതിയേ. ബൈ.